എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ കറിയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. നമ്മളിവിടെ പറപ്പ മീനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ആദ്യമേ തന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല. മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി മീൻ വറുക്കാനായിട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാനിൽ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഉണക്കരുത്. ഉണക്കാതെ തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുത്താൽ മാത്രം മതി. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറു സൈഡും കൂടി ചെറുതായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. മീൻ പാകത്തിന് തന്നെ ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും മീൻ വറുത്ത് കോരി മാറ്റിയ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളതിലേക്ക് തന്നെ ഇനി മീനിനുള്ള ഗ്രേവി കൂടി തയ്യാറാക്കുവാണ്. ആദ്യമേ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒരു 20 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി കുറച്ച് കൂടുതൽ കൊടുക്കുന്നത്. അത് മാത്രമല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് പകുതി വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ പിളർന്നെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിനൊന്ന് വഴണ്ട് കിട്ടണം. പച്ചമുളക് നന്നായിട്ടൊന്ന് പാകത്തിന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പാകത്തിനൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിനി മസാലയൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ടൊരു മൂത്ത് മണം വരുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. മസാലയെല്ലാം പാകത്തിനൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കൊരു തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നമുക്കിതുപോലെ അരച്ച് ചേർക്കുന്നത് നല്ലതാണ്. ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളി കൂടി നല്ലപോലെ പച്ചമണമെല്ലാം ഒന്ന് മാറി വഴണ്ട് കിട്ടണം. അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ എണ്ണ തെളിയോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിനി കുടംപുളി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്തിയ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മളിതുപോലെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് തന്നെ നല്ലൊരു പുളിയും കാണും. അതുമാത്രമല്ല പുളി പെട്ടെന്ന് തന്നെ നമ്മുടെ മസാലയിലേക്ക് പിടിക്കുകയും ചെയ്യും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ് നല്ലപോലെ തിളച്ചതിന് ശേഷം നന്നായിട്ട് കുറുകും. അതിനും കൂടി അനുസരിച്ചുള്ള വെള്ളം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം.
പാകത്തിനുള്ള വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് മറിയണം. ഇത് നന്നായിട്ട് തന്നെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മീനിലേക്ക് നമ്മുടെ ഈ ചാറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാറ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചട്ടി അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇത് മീനും കൂടി കിടന്ന് നന്നായിട്ട് ഇനി കറി തിളയ്ക്കാനുള്ളതാണ്. ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മീനൊക്കെ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് തന്നെ ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് മസാലയെല്ലാം മീനിലേക്കൊന്ന് പിടിച്ചാൽ മാത്രം മതി. ഏറ്റവും ലാസ്റ്റായിട്ട് ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണ്. ഇതൊരു 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. തവിയിട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോവും. ഇതിനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചാറ് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം. അതല്ല നമുക്ക് ഈ ഒരു ചാറ് മതിയെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയുടെ ചൂടടിച്ച് തന്നെ ചാറ് കുറച്ചുകൂടി പറ്റി വന്നോളും. നമ്മളിതിപ്പോൾ എന്തായാലും ചാറ് ഇത്രയും മതിയെന്ന് തോന്നിയ കാരണം നമ്മളിത് തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയുടെ ചൂടടിച്ച് നന്നായിട്ട് ചാറൊന്ന് കുറുകി വരും. ഇത് നമ്മുടെ അടിപൊളി മീൻകറി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എത്ര പൊടിഞ്ഞു പോണ മീനാണേലും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. മീൻ കഷ്ണമൊന്നും പൊടിഞ്ഞു പോകാതെ നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തയ്യാറാക്കാം. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.